കൃഷ്ണ ഗുരുവായൂരപ്പ. ഇടവം രാശിയുടെ 2025 പുതുവർഷ ഫലമാണ് പറയാൻ പോകുന്നത്. ഇടവം രാശി എന്ന് പറയുന്നത് കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നിവ ചേർന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ മോശമായ സമയത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടകശനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജന്മവ്യാഴം ഉണ്ട്. അപ്പോൾ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ഇത് 2025 ഒരു മാർച്ച് ആദ്യം വരെയൊക്കെ മാർച്ചിൽ ശനി മാറുന്നുണ്ട്. അതുവരെയൊക്കെ തുടരും. അത് കഴിഞ്ഞാൽ പിന്നെ ശനി 11ാം ഭാവത്തിലേക്കാണ് മാറുക. അതിനുശേഷം വ്യാഴമാറ്റം വരുന്നുണ്ട് മെയ്യിൽ. അപ്പോൾ വ്യാഴം മാറുന്നത് 2ലേക്കായിരിക്കും. അപ്പോൾ ഈ ജന്മവ്യാഴം കണ്ടകശനി എന്ന ദോഷങ്ങൾ മാറി നല്ലൊരു കാലത്തിലേക്കാണ് വരാൻ പോകുന്നത്. അതായത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹമുള്ള ഒരു നല്ല വർഷമായി മാറാൻ ഒരു പകുതി ആകുമ്പോഴേക്കും വളരെ നല്ല സമയം തുടങ്ങുകയായി. അപ്പോൾ ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലൊരു കാലത്തിലേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മാറാനായി എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും ഇപ്പോൾ കണ്ടകശനിയുടെ ദോഷങ്ങൾ തീർക്കാൻ 3 പ്രധാന വഴിപാടുകൾ ഞാൻ പറയാറുള്ളതാണ്. ശനി ഭഗവാന് ശനീശ്വര പൂജ ചെയ്യുക, മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. നവഗ്രഹങ്ങളുള്ള അമ്പലത്തിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ശാസ്താവിന് മാസത്തിൽ 2 ശനിയാഴ്ച നീരാഞ്ജനം ചെയ്യുക. ശിവഭഗവാന് കൂവളമാല സമർപ്പിക്കുക, ജലധാര ചെയ്യുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. എന്നിട്ട് ആ മൃത്യുഞ്ജയ ഹോമം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന നെയ്യ് സേവിക്കുക. ഇങ്ങനെയുള്ള 3 പ്രധാന വഴിപാടുകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ശനിദോഷത്തിൽ നിന്ന് ഭഗവാൻ പിടിച്ചു നിർത്തും. പിന്നീട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം പ്രധാനമാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇതിനേക്കാൾ കൂടുതൽ നേടേണ്ട കാര്യമാണ്. എങ്കിലേ ഈ എന്തു ചെയ്താലും ഫലമുള്ളൂ. വ്യാഴം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ തന്നെ ഫലം തരുന്ന, അപ്പോൾ ഈ സർവേശ്വരൻ്റെ അനുഗ്രഹം തരുന്ന ഗ്രഹമാണ്. ഒരു ജാതകത്തിൽ ദൈവാധീനമുണ്ടോ എന്ന് നോക്കുന്നത് തന്നെ വ്യാഴം എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴുള്ള ജന്മവ്യാഴത്തിൻ്റെ ദോഷം തീർക്കാൻ ഗുരുവായൂരപ്പനെ ഉപാസിക്കുക. വിഷ്ണുവിന് പ്രീതികരമായ മന്ത്രങ്ങൾ ചൊല്ലുക, വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തുക, വിഷ്ണുവിന് തുളസിമാല അർച്ചിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കിട്ടും. അപ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ആദ്യം ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ശനിയുടെ ആ ദോഷഫലങ്ങളും കുറഞ്ഞു കിട്ടും. ഇപ്പോൾ വ്യാഴവും ശനിയും കുറച്ച് മോശമാണ്. ഇത് എന്തായാലും 2025 മാർച്ചിന് ശേഷം മാറി വരുന്നതായിരിക്കും. ഇപ്പോഴുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞ് ക്രമേണ നല്ല കാലത്തിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ എന്ത് ദോഷവും നല്ല കാലവുമാണെങ്കിലും ജാതകമനുസരിച്ചിരിക്കും ഒരാളുടെ ഫലം പറയേണ്ടത്. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് ചാരവശാലുള്ള ഫലങ്ങളാണ്. ജാതകം വളരെ സ്ട്രോങ് ആണെങ്കിൽ ചാരവശാലുള്ള ചില ഗ്രഹദോഷങ്ങളൊന്നും ഏൽക്കുകയേ ഇല്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ നല്ല കാലമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഷ്ടപ്പാട് എന്ന് തോന്നുന്നത് ഈ ജാതകത്തിൽ വളരെ നടക്കുന്ന ദശാപഹാരങ്ങൾ മോശമായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വളരെ നല്ല സമയമാണ് ചാരവശാൽ, എന്നിട്ടും എന്താണ് ഇങ്ങനെ അനുഭവിക്കുന്നത് വെച്ചാൽ ജാതകം കൂടി നോക്കിയിട്ടേ ഇതെല്ലാം വിലയിരുത്താവൂ. അപ്പോൾ ചാരവശാലുള്ള ഫലം തന്നെ നോക്കണം എന്നില്ല, ജാതകവും കൂടി നോക്കണം. അതിലുപരി
എല്ലാ ഗ്രഹദോഷവും എല്ലാതും മാറ്റാൻ കഴിയുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജാതകവും ഒന്നും അതിലുള്ളതൊന്നും നമുക്കുള്ള ദോഷങ്ങളും ഏൽക്കാതെ ഭഗവത് ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.